തിരുവനന്തപുരം വർക്കലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 5 വയസ്സുകാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കുട്ടി നിലവിളിച്ച് ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. പട്ടിശല്യം എന്ന് പറഞ്ഞാൽ വെളിയിൽ രാത്രിയായാലും പകലായാലും ആർക്കും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ കൊച്ചുങ്ങൾക്കായാലും ഒത്തിരി അങ്ങോട്ട് വെളിയിൽ ഇറങ്ങി സൈക്കിൾ ഓട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ പട്ടിയെ കൊണ്ട് നമുക്ക് ഒന്നിനും വയ്യാത്ത അവസ്ഥയാണ്. അതാണെങ്കിൽ 1-2 പട്ടിയില്ല, കുറേ പട്ടികളുണ്ട്. അപ്പോൾ ഈ പട്ടികളെല്ലാം കൂടിയാണ് ഈ ആളുകളെ പറക്കി ഓടുന്നത്. അപ്പം കൊച്ചുങ്ങൾക്കായാലും കൊച്ചുങ്ങളല്ല, അപ്പോൾ അവർ അതിൻ്റെതായ പേടിയും ഭയമൊക്കെ കാണും. അതിനൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ അത് ഓടിച്ച് അങ്ങനെയായിട്ടിരിക്കുകയാണ്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു 9 വയസ്സുകാരന് നായുടെ കടിയേറ്റു എന്നുള്ള വാർത്ത വർക്കലയിൽ നിന്ന് തന്നെ വന്നത്. ഇപ്പോഴിവിടെ ഇങ്ങനെ ഒരു കുട്ടി തലനാരിടയ്ക്ക് രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. എന്താണ് സംഭവിച്ചത് മേഘന? ഈ വർക്കല പ്രദേശങ്ങളിൽ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ തന്നെ വാർത്ത ചെയ്യുന്നതാണ്. അതിൽ ഇന്നുണ്ടായിരിക്കുന്നത് ഈ 5 വയസ്സുകാരൻ ഈ തെരുവുനായയെ ഓടി തോൽപ്പിച്ചത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടു, ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയണം. കാരണം അത്രമാത്രം ഒരു അതിഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTVയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇതിൽ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടി അതിരാവിലെ സൈക്ലിങ്ങിന് പോയതാണ്. ആ സമയത്താണ് പട്ടി പുറകെ ഓടുന്നത്. ശേഷം കുട്ടി നിലവിളിച്ചുകൊണ്ട് അടുത്തുള്ള വീട്ടിലേക്ക് ഓടി കയറുകയായിരുന്നു. ആ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ കുട്ടി അതിവേഗത്തിൽ 5 വയസ്സുകാരനാണ്, അവൻ അതിവേഗത്തിൽ ഈ പട്ടിയുടെ മുന്നിൽ ഓടി ഒരു വീടിന് ഉള്ളിലേക്ക് കയറുകയായിരുന്നു. അങ്ങനെ ഈ പട്ടിയെ ഓടി തോൽപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് പതറിപ്പോയിരുന്നുവെങ്കിൽ അത് വലിയൊരു ആപത്ത് അല്ലെങ്കിൽ വലിയൊരു അപകടം, ഒരു ആക്രമണം അവിടെ ഉണ്ടായേനെ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രദേശവാസികളടക്കം പറയുന്നത് അവിടെ ഈ മാലിന്യ പ്രശ്നം ഉണ്ട്. അതുപോലെ തന്നെ തെരുവുനായ പെരുകി അല്ലെങ്കിൽ തെരുവുനായ ശല്യം അധികമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് അതിനൊരു പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ പലതരത്തിലും പുറത്തു വന്നതും പുറത്തു വരാത്തതുമായി പലതരത്തിലും തെരുവുനായ ആക്രമണങ്ങൾ പ്രദേശത്ത്, ഈ വർക്കല പോലെയുള്ള പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് ഇപ്പോൾ നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ശരി, മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.